Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്താ കാര്യം എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ നമ്മളിൽ ഒരുപാട് പേര് കേക്കുകളൊക്കെ ചെയ്യാറുണ്ടല്ലോ. അത് ബർത്ത്ഡേ കേക്കായിട്ടും വെഡ്ഡിങ് കേക്കുകളായിട്ടും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കേക്കുകളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ ആ കേക്കിനെല്ലാം നമ്മൾ മുൻകൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഡെക്കറേഷന് പുറമെ കുറച്ച് ബീഡ്സ് എല്ലാം ഇട്ട് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ കേക്കിൽ ഇട്ട് കൊടുക്കുന്ന ബീഡ്സുകൾ ഇതുപോലത്തെ ബീഡ്സുകളാണ് നമ്മൾ ഇട്ട് കൊടുക്കാറുള്ളത് അല്ലേ. അപ്പോൾ ബീഡ്സിൽ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബീഡ്സ് ഉണ്ട്, വലുതും ചെറുതും അതുപോലെ പല കളേഴ്സിലും എല്ലാം ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്യണതൊക്കെ ഇതുപോലത്തെ പാത്രങ്ങളിലാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ. എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രങ്ങളിൽ സ്റ്റോർ ചെയ്യുക. അതുപോലെ തന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ബീഡ്സൊന്നും. ചില ആൾക്കാർ ബീഡ്സ് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാറുള്ളത്. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, പുറത്തുനിന്ന് തന്നെ വെച്ചാൽ മതി. വെക്കുന്ന സമയത്ത് ഓപ്പൺ ചെയ്തിട്ടൊന്നും വെക്കരുത്. എയർ ടൈറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കേടുമില്ലാണ്ട് കുറേ നാൾ കേടുവരാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ബീഡ്സിൽ തന്നെ പല ക്വാളിറ്റിയിലുള്ള ബീഡ്സ് ഉണ്ട്. നല്ല ബീഡ്സ് ഉണ്ട്, ലോക്കൽ ബീഡ്സ് ഉണ്ട്. അതെല്ലാം റേറ്റിനെ അനുസരിച്ചിട്ട് ബീഡ്സിൻ്റെ ക്വാളിറ്റി ഇരിക്കും കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സിന് അത്യാവശ്യം റേറ്റ് കൊടുക്കേണ്ടി വരും. ക്വാളിറ്റി കുറഞ്ഞ ബീഡ്സിന് നമുക്ക് അധികം റേറ്റൊന്നും ആവശ്യം വരില്ല. അപ്പോൾ ഇതുപോലെ ഉള്ള കണ്ടെയ്നറിലാണ് ഞാൻ ബീഡ്സ് എല്ലാം സ്റ്റോർ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ എടുത്തിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് എടുക്കുക കേട്ടോ. നമ്മളൊരിക്കലും കൈ വെച്ചിട്ടൊന്നും അങ്ങനെ എടുക്കരുത്. കൈ എപ്പോഴും ഡ്രൈ ആവണമെന്നില്ല. എപ്പോഴും നനഞ്ഞ കൈയൊക്കെ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നത് എന്താ പറയുക, അലിഞ്ഞു പോണ അല്ലെങ്കിൽ നനവ് ചെന്ന് കഴിഞ്ഞാൽ ഇത് കേടൊന്ന് പോകും കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് കാണിച്ചു തരുന്ന ഈ ഒരു ബീഡ്സ് അല്ല, ഇത് സ്പ്രിങ്കിൾസ് പോലെയാണ് കേട്ടോ. അപ്പോൾ വെറൈറ്റി കളേഴ്സിലാണ്. നമുക്ക് റെയിൻബോ തീമൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് ഡെക്കറേഷന് വേണ്ടിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. നല്ല വൈറ്റ് കളർ കേക്കിലൊക്കെ ഈ ഒരു ഡെക്കറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് ലോക്കലാണോ അതോ നല്ല ക്വാളിറ്റി ആണോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽട്ടാവുമെന്നാണ് നമുക്ക് തോന്നുക അല്ലേ. ഇതുപോലത്തെ സ്പ്രിങ്കിൾസ് എല്ലാം പെട്ടെന്ന് മെൽട്ടാവാൻ ചാൻസ് ഉണ്ട്. മിക്സ്ഡ് കളേഴ്സാണ്, അപ്പോൾ കളറൊക്കെ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ആണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കയ്യിലിട്ടിട്ടൊന്ന് ഉരച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഉരച്ച് നോക്കുന്ന സമയത്ത് ഇത് പൊടിഞ്ഞു പോകുന്നുണ്ടോ നോക്കുക. പെട്ടെന്ന് പൊടിയണുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ചിലപ്പോൾ കുറേ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് എല്ലാ ബീഡ്സിനും ഉണ്ടായിരിക്കും. പക്ഷേ പെട്ടെന്ന് പൊടിയുന്നുണ്ടെങ്കിൽ അത് ലോക്കലാണ്. നല്ലോണം പ്രസ് ചെയ്തിട്ട് കുറച്ച് ടൈം നിന്നിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നല്ല ക്വാളിറ്റിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കണ്ടോ, ഇതങ്ങനെ പൊടിഞ്ഞു പോകണമെന്നില്ല കേട്ടോ. നമ്മൾ അത്രയും പ്രസ് ചെയ്താലും ചെറുതായിട്ടൊന്ന് പൊടിയണേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്പ്രിങ്കിൾസ് ആണ് കേട്ടോ. ബീഡ്സ് അല്ല, സ്പ്രിങ്കിൾസ് ആണത് കേട്ടോ. പിന്നെ അടുത്തത് ഞാനിവിടെ കാണിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്ന കോമൺ ആയിട്ടുള്ള വൈറ്റ് പേൾസാണ്. അപ്പോൾ അത് വലിയ സൈസിലും ചെറിയ സൈസിലും എല്ലാം കിട്ടുന്നുണ്ടല്ലോ. നല്ലോണം തരിയായിട്ടുള്ളത് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ആണെന്നുള്ളത് പ്രത്യേകിച്ച് നമുക്കൊരു ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. കണ്ടു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണെന്നുള്ളത് മനസ്സിലാവും. ആ ഒരു ഗ്ലേസിങ്ങും ഒറിജിനൽ പേള് പോലെ നമുക്ക് തോന്നും കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു പേളിനൊക്കെ നല്ലോണം റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി സാധനങ്ങൾക്ക് അത്യാവശ്യം റേറ്റ് വരും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്താൽ പൊട്ടി പോകണമില്ല, കളറ് കയ്യിൽ സ്പ്രെഡാവേ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. നല്ലോണം അമർത്തിയാൽ ഇത് പൊടിഞ്ഞു പോകാനൊന്നും ചാൻസ് ഇല്ല. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കേക്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര മണിക്കൂർ കേക്കിലിരുന്നാലും അലിഞ്ഞു പോകുന്നില്ല. നമുക്ക് ധൈര്യത്തിൽ വെച്ച് കൊടുക്കാം. ലോക്കൽ സാധനം വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും, ബീഡ്സ് എല്ലാം ഒലിച്ചിറങ്ങി വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബീഡ്സ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ആ ഒരു വലിയ സൈസിൻ്റെ തന്നെ ചെറിയ സൈസാണ് ഇത്, അതിൽ നിന്നും കുറച്ചൊരു ചെറുത് കേട്ടോ. അപ്പോൾ ഇതും അതേ ക്വാളിറ്റിയിലുള്ളത് തന്നെയാണ് കേട്ടോ. നല്ല ബീഡ്സാണ്. ആ ഒരു ഗ്ലേസിംഗ് ആണ് നമുക്കത് ഒറിജിനൽ ബീഡ്സിൻ്റെ ആ ഒരു ഇത് തോന്നുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും നല്ലത് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ 3 സൈസും അതിൽ പെട്ട 3 ബീഡ്സും ആ ഒരു ക്വാളിറ്റിയിലുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് കാണിച്ചത് മാറ്റി വെക്കാം.
അപ്പോൾ ആ ഒരു വൈറ്റിൻ്റെ അതേ ക്വാളിറ്റിയിലുള്ളത് തന്നെയാണ് ഈ ബ്ലാക്ക് ബീഡ്സ് കേട്ടോ. അതേപോലെ തന്നെ നല്ല ഷൈനി ആയിട്ടുണ്ട്, നല്ല ഗ്ലേസിംഗ് ഒക്കെ ആയിട്ട് കണ്ടോ, നല്ല ഗ്ലേസിംഗ് ആയിട്ടുള്ളതാണ്. അതേ ക്വാളിറ്റിയുള്ള ബീഡ്സ് തന്നെയാണ് ഇതും കൈവച്ച് പൊടിച്ചു കഴിഞ്ഞാലൊന്നും പെട്ടെന്നൊന്നും പൊടിഞ്ഞു പോവില്ല. ഇതിലുള്ള ആ കളർ അടർന്നു പോവേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ചിലതൊക്കെ നമ്മൾ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കളർ അങ്ങനെ സ്റ്റിക്കർ പോലെ പെയിൻറ്റ് അതിൽ നിന്നും പോരും. അപ്പോൾ അങ്ങനത്തെ ഇതൊന്നും ഈ ഒരു കളറിനൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ബ്ലാക്ക് കളറുള്ള ബീഡ്സാണ് കേട്ടോ. പിന്നെ ഈ ഒരു ബീഡ്സ് അല്ല, ചെറുതായിട്ട് തരിതരിയായിട്ടുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ ബീഡ്സ് എന്ന് പറയാൻ വയ്യ കേട്ടോ, ആ ഒരു രീതിയിലുള്ള ഇത് ക്രിസ്റ്റൽ ടൈപ്പാണ് കേട്ടോ, ഒരു ക്രിസ്റ്റലായിട്ട് വന്നിട്ടുള്ളതാണ് കണ്ടോ. ഇതും എല്ലാവരും കേക്കിലൊക്കെ വെച്ച് കൊടുക്കാറുള്ളതാണ്. അധികം യൂസ് ചെയ്യാറുള്ളത് വെഡ്ഡിങ് കേക്ക്, ആനിവേഴ്സറി കേക്കിനൊക്കെയാണ് ഇതുപോലത്തെ ക്രിസ്റ്റൽസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഗോൾഡൻ കളറ് ക്രിസ്റ്റൽ. പിന്നെ ഇത് എങ്ങനെയാണ് നമുക്ക് നല്ലതാണോ എന്ന് മനസ്സിലാവാതെ ഇതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. നമ്മളുടെ ഇട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ബോട്ടിൽ അത് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ കട്ട പിടിച്ചതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് അധികം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയില്ല കണ്ടോ. ഈ ബോട്ടിലെല്ലാം നല്ലോണം അടിഭാഗത്ത് ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടാണ് ഇരിക്കണത് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് ഈ സാധനങ്ങളൊന്നും അധികം സ്റ്റോർ ചെയ്യാതെ പെട്ടെന്ന് യൂസ് ചെയ്തിട്ട് തീർക്കുക കേട്ടോ. അപ്പോൾ ഇത് ലോക്കലാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ആ ഗോൾഡൻ കളർ അത്രയും നമ്മളെ കയ്യിൽ വരും കണ്ടോ, കയ്യിലേക്ക് സ്പ്രെഡായി വരുന്നുണ്ട്. ഇനി അടുത്തത് സ്പ്രിങ്കിൾസും ബീഡ്സും കൂടി മിക്സഡ് ആയിട്ടുള്ള ഈ ഒരു വൈറ്റ് പേൾസും അതുപോലെ സ്പ്രിങ്കിൾസും കൂടി മിക്സഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചല്ലോ സ്പ്രിങ്കിൾസ് റൗണ്ടിലുള്ള അതും പിന്നെ നീളത്തിലുള്ള സ്പ്രിങ്കിൾസും ഉണ്ട്. പിന്നെ അതിൽ നമ്മളുടെ ആ ഒരു പേൾസും വന്നിട്ടുണ്ട് കേട്ടോ. ഈ ബീഡ്സില്ലേ വൈറ്റ് ബീഡ്സ് നല്ല ക്വാളിറ്റിയുള്ള അതും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നേരത്തെ കാണിച്ചിട്ടുള്ള അതേ ക്വാളിറ്റിയിലുള്ളത് തന്നെയാണ് കേട്ടോ. നല്ലതാണ്. നമ്മൾ കയ്യിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പൊടിഞ്ഞു പോണതൊന്നുമില്ല. പിന്നെ കേക്കിലിട്ട് കഴിഞ്ഞാലും മെൽട്ടാവുക അതുപോലെ എന്താ പറയുക കളറ് സ്പ്രെഡ് ആവുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നല്ല തന്നെയാണ്. അപ്പോൾ ഇത് ആദ്യം കാണിച്ചിട്ടുള്ള അത് തന്നെയാണ് കേട്ടോ. അതേ ക്വാളിറ്റിയിലുള്ള ബീഡ്സ് തന്നെയാണ്. പിന്നെ ഗോൾഡൻ കളർ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റ് കാണാം. പിന്നെ ഇത് ആ ഒരു ബ്ലൂവിൻ്റെ കളർ ചേഞ്ച് പിങ്ക് കിട്ടാം. നമ്മൾ മോം ടു ബിക്കും അതുപോലെ ബർത്ത്ഡേക്കൊക്കെ ഫസ്റ്റ് ബർത്ത്ഡേക്കൊക്കെ കൊടുക്കുന്നതാണ്. പിന്നെ ഇത് മിക്സ്ഡ് സ്പ്രിങ്കിൾസ്. അപ്പോൾ ഇതെല്ലാം നല്ല ഇതിപ്പോൾ നമ്മളിപ്പോൾ ആദ്യം കാണിച്ചിട്ടുള്ള മിക്സ്ഡ് കളറിൽ വന്നിട്ടുള്ളത് തന്നെയാണ് ആ ഒരു സ്പ്രിങ്കിൾസ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം റെയിൻബോക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. റെയിൻബോ കേക്കിനൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതും അതേ ക്വാളിറ്റിയിലുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഇപ്പോൾ മനസ്സിലായില്ല. കൈ വെച്ചിട്ട് ഉരച്ച് നോക്കുക. പിന്നെ അതുപോലെ തന്നെ പൊടിഞ്ഞു പോകണ്ടാന്ന്. പിന്നെ അതാ ബോട്ടിൽ ഇതുപോലെ ഒന്ന് കമഴ്ത്തി നോക്കുക കേട്ടോ. അതിൽ എന്താ പറയുക ഒട്ടിയിരിക്കണുണ്ടോയെന്ന് നോക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ കമഴ്ത്തുന്ന സമയത്ത് കുപ്പിയിൽ നിന്നും താഴോട്ട് വരുന്നുണ്ട്. ഒട്ടി പിടിച്ചിരിക്കണമൊന്നുമില്ല. അപ്പോൾ ഒട്ടി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മെൽട്ടായി തുടങ്ങിയെന്നാണ് കേട്ടോ. കാരണം അധികം ഇനി വെക്കാൻ കഴിയില്ല, മെൽട്ടായി തുടങ്ങിയിരിക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിനെ എന്ത് ചെയ്യണം, ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് തന്നെ എടുക്കട്ടെ. കൈ വെച്ചിട്ട് അങ്ങനെ എടുക്കാതിരിക്കുക മാക്സിമം. പിന്നെ എപ്പോഴും നമ്മൾ കൈ ഡ്രൈ ആവണം എന്നില്ല. അതുപോലെ തന്നെ കേക്കിൻ്റെ ആ ഒരു തിരക്കാവുന്ന സമയത്ത് നമ്മൾ പല രീതിയിലും ഒക്കെ ആയിരിക്കും എടുക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യണ 4 ബീഡ്സും 3 ബീഡ്സും ഒരു ക്രിസ്റ്റലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗോൾഡൻ കളർ ബീഡ്സാണ്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളർ ബീഡ്സ് നമ്മളെല്ലാത്തിലും ഇട്ട് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലത്തെ സ്മോൾ സൈസാണ് കേട്ടോ എൻ്റെ അടുത്തുള്ളത്. വലിയ സൈസിൽ പല സൈസിലും ഈ ഒരു ബീഡ്സ് വരുന്നുണ്ട്. ചെറുത് തരി പോലെ വരുന്നത് വരെയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഇരിക്കണം എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് ഉരച്ച് നോക്കുന്ന സമയത്ത് തന്നെ ഒരു പശ പോലെ കയ്യിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കളറ് കയ്യിലേക്ക് നേരെ സ്പ്രെഡ് ആവുകയാണ്. പിന്നെ പൊടിഞ്ഞു പോകണമുണ്ട് കേട്ടോ. കണ്ടോ പൊടിയണ. അപ്പോൾ ഇത് പൊടിഞ്ഞു പോകണമുണ്ട്. അതുപോലെ കളറ് ചെറുതായിട്ട് കയ്യിൽ ഇങ്ങനെ ഒരു പശ പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അതാ ഒരു ഷുഗറിൻ്റെതാണ്.
പശ പോലെ തോന്നണത് ഒട്ടിപ്പിടിക്കണ പോലെ. അപ്പോൾ അത് പൊടിയണുണ്ട്. അപ്പോൾ ഈ പൊടിയണുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് നമുക്ക് അധികം ടൈമൊന്നും കേക്കിൽ വെച്ച് കൊടുക്കാൻ കഴിയില്ല. ഇതിപ്പോൾ നമ്മൾ ഡ്രൈ ആക്കിയിട്ടാണ്, കൈ ഡ്രൈ ആയിട്ടാണ് ഞാൻ ഉരച്ചിട്ടുള്ളത്. അപ്പോൾ നനവോട് കൂടി ചെയ്യണമെങ്കിൽ ആ കളറ് അങ്ങനെ കയ്യിലും വരും, പിന്നെ കേക്കിൽ വെക്കുമ്പോൾ അത് പൊതിർന്നിട്ട് താഴോട്ട് ഒലിച്ച് വരും ചെയ്യും കേട്ടോ. പിന്നെ ഈ ഒരു സിൽവർ കളർ, ഇതും നമ്മളെപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മളിപ്പം സെയിം തന്നെയാണ് കേട്ടോ, അതിൽ ചെയ്ത് അതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോവും. അപ്പോൾ ഇതും മറ്റേ ഗോൾഡൻ കളർ ബീഡ്സ് പോലെ തന്നെയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് കാണിച്ച് തരേണ്ട ആവശ്യമില്ലല്ലോ. അതും കളറ് നനഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിർന്നിട്ട് താഴോട്ട് വരും. പിന്നെ ക്രിസ്റ്റലിൻ്റെ ഞാൻ കാണിച്ചു. പിന്നെ നമ്മളിപ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്, ഇതും നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് ബീഡ്സ് നമ്മൾ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ബീഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് എപ്പോഴും നല്ലതാവണം എന്നില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതാ നമ്മൾ എൻ്റെ അടുത്തുള്ള 4 ബോട്ടിലുള്ളതും 4 സൈസിലുള്ള ബീഡ്സാണ്. അപ്പോൾ ഈ ബീഡ്സിൽ വലുത്, ചെറുത്, അതിന് ചെറുത്, ഏറ്റവും ചെറിയത്, അങ്ങനെ 4 സൈസാണുള്ളത്. അപ്പോൾ ഈ 3 സൈസിൻ്റെ ക്വാളിറ്റി നമ്മൾ കണ്ടതാണ്. ഇനി ഈ ഒരു സൈസിൻ്റെ ക്വാളിറ്റി നമുക്ക് നോക്കാം. അപ്പം ഇത് ഞാൻ സ്പൂൺ ഇടുന്നതിൻ്റെ മുന്നായിട്ട് തന്നെ ഇത് നമുക്കൊന്ന് നോക്കട്ടോ. കണ്ടോ, അങ്ങനെ അടിയിൽ മെൽറ്റായി നിൽക്കുകയാണ്. നമ്മൾ ടാപ്പ് ചെയ്തിട്ടൊന്നും കാര്യമില്ല കേട്ടോ, പെട്ടെന്നൊന്നും അങ്ങോട്ട് താഴോട്ട് വീഴില്ല. ഉണ്ടോ. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് എടുത്ത് നോക്കാം. ഇതെടുക്കുന്ന ടൈമിൽ തന്നെ സ്റ്റിക്കി ആയിട്ടാണ്, ഓരോന്നും തമ്മി ഒട്ടി പിടിച്ചിട്ട് ഇങ്ങനെ കട്ട പിടിച്ച പോലെയാണ് വരുന്നത് കേട്ടോ. ഇതൊന്നും അധികം നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. കഴിയുന്നതും കുറേശ്ശെ വാങ്ങിച്ചിട്ട് ആവശ്യത്തിന് മാത്രം വാങ്ങിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പോകുന്ന സമയത്ത് എപ്പോഴും അത് കടയിലുണ്ടാവണം എന്നില്ല. അപ്പോൾ ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ കുറച്ച് കൂടുതൽ വാങ്ങിച്ച് വെക്കാറാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ കേട് വരുന്നതൊക്കെ പെട്ടെന്ന് എടുത്ത് മാറ്റും. അപ്പോൾ ഇതാ കണ്ടോ, നമ്മളിങ്ങനെ കയ്യിൽ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ തന്നെ കട്ടായിട്ടാണ് വീഴുന്നത്. നല്ലോണം തരിയായിട്ടുള്ളതാണ് ബീഡ്സാണ് കേട്ടത്. പിന്നെ ഇത് ഇനിയിപ്പോൾ കയ്യിൽ വെച്ചിട്ട് പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് പൊടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയ്യിൽ ഇപ്പോൾ ഡ്രൈ ആക്കിയിട്ടാണ് പൊടിക്കണത്. അപ്പോൾ നനവ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് നല്ലോണം പുതിർന്നിട്ട് താഴോട്ട് വരും. കണ്ടോ, നല്ലോണം ഇങ്ങനെ കൈ വെച്ചിട്ട് ഇതാക്കുമ്പോൾ തന്നെ അത് അതുപോലെയാണ് വരുന്നത് കേട്ടോ. കണ്ടോ. അപ്പോൾ ഇത് പിന്നെ നമ്മളിപ്പോൾ കേക്കിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനത്തെ ബീഡ്സുകളൊക്കെ വെക്കുന്ന സമയത്ത് അത് മെൽട്ടായിട്ട് ഒലിച്ചിറങ്ങണത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബീഡ്സ് വാങ്ങിക്കുക, നല്ലത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ റേറ്റ് നല്ല ക്വാളിറ്റി വാങ്ങിക്കാനാണ് പോയതെങ്കിലും ചിലപ്പോൾ അവിടെ നല്ല ക്വാളിറ്റി കിട്ടണമെന്നില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കേക്കിൽ നിന്ന് മെൽറ്റാവും. അപ്പോൾ നല്ല ക്വാളിറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷനും ഇല്ല. അപ്പോൾ ഈ 4 ഐറ്റംസാണ് നമുക്ക് പെട്ടെന്ന് മെൽട്ടാവണത് കേട്ടോ. അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഗ്ലേസിങ് ഉള്ളത് വാങ്ങിക്കുക. പിന്നെ ഇതിനെല്ലാം റേറ്റ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഗ്രാം കണക്കിനാണ് റേറ്റ് വരിക. അപ്പോൾ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ കുറച്ച് മുന്നേ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 6 മാസത്തോളമായി ഞാൻ ഈ ഒരു ബീഡ്സ് എല്ലാം വാങ്ങിച്ചിട്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ കേട്ടോ. ഇതുപോലെയുള്ള ബോട്ടിലൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി കഴിയും കേട്ടോ. പിന്നെ ഈ ബോട്ടിൽ വാങ്ങിച്ചിട്ടുള്ളത് ഓൺലൈനായിട്ടാണ്, കറക്റ്റ് സൈറ്റും കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് കേട്ടോ കിച്ചണിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും, അതുപോലെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്